മുൻകാലങ്ങളിൽ ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. അതുപോലെ തന്നെ എന്ത് ചെയ്യുക, നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒന്നാണ്. എന്താ, ഭഗവത്ഗീതയിൽ നിന്നും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ കൂടെ ഞാനൊന്ന് പറഞ്ഞിരിക്കാം. ചോദ്യം ഇതായിരുന്നു, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശ്രീകൃഷ്ണന്റെ ശംഖ് ഏതാണെന്നായിരുന്നു എന്താ ചോദ്യം. ഓക്കെ അല്ലേ? താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശ്രീകൃഷ്ണന്റെ ശംഖ് ഏതാണെന്നാണ് ചോദ്യം. ഓക്കെ, നിങ്ങൾക്ക് അറിയാമായിരിക്കും അല്ലെ? ഒരുപക്ഷെ ഈ പറയുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് അറിയാമായിരിക്കും. പാഞ്ചജന്യമാണ് ആരുടെ ശംഖ്? ഈ പറയുന്ന ശ്രീകൃഷ്ണന്റെ ശംഖ് അല്ലെ? പാഞ്ചജന്യം. ഓക്കെ, അപ്പോൾ ശംഖിനെ കുറിച്ച് ആ ഒരു ചോദ്യം ഞാൻ ഈ പറഞ്ഞതുപോലെ ചോദ്യകർത്താവിന് ഇഷ്ടപ്പെട്ട വിഷയമാണ് ഭഗവത്ഗീത എന്നൊരു അനുമാനത്തിൽ എത്താൻ കാരണം ഇത്തരത്തിൽ വിവിധങ്ങളായിട്ടുള്ള ചോദ്യങ്ങൾ ഈ ഭാഗത്ത് നിന്നും വന്നതുകൊണ്ട് തന്നെയാണ്. ഓക്കെ, അതുപോലെ തന്നെ ഈ പറയുന്ന പാഞ്ചജന്യത്തെ കുറിച്ചും എവിടെ പറയുന്നുണ്ട്? നമ്മുടെ ഭഗവത്ഗീതയിൽ എന്ത് ചെയ്യുന്നുണ്ട്? വേദവ്യാസ മഹർഷി പറയുന്നുണ്ട്. ഓക്കെ, ഞാൻ ഈ പറഞ്ഞതുപോലെ നമ്മുടെ സഞ്ജയൻ പറയുന്നുണ്ടല്ലോ, തന്റെ ധൃതരാഷ്ട്ര മഹാരാജ് ചോദിക്കുന്നുണ്ടല്ലോ, തന്റെ മക്കളും ആ പാണ്ഡുവിന്റെ മക്കളും അവിടെ എന്ത് ചെയ്യുന്നു എന്ന് ചോദിക്കുമ്പോൾ രണ്ടാമതായിട്ട് പുള്ളി പറഞ്ഞു പോകുന്നുണ്ടല്ലേ, പശ്യതാം പാണ്ഡുപുത്രാണാം ആചാര്യ മഹതീം ചമവും വ്യൂഢാം ധ്രുപദ പുത്രേണ തവ ശിഷ്യേണ ധീമത എന്ന് പറയുന്നുണ്ട് അല്ലെ. അതായത് തന്റെ ആ ഒരു ആചാര്യന്റെ അടുത്തേക്ക് മാറി ഇതൊക്കെ നോക്കിക്കൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, അദ്ദേഹം ചെന്ന് സംസാരിക്കുന്നതായിട്ട് പറയുന്ന സമയത്ത് അതുപോലെ തന്നെ നമുക്കറിയാം ഈ യുദ്ധസമാനമായിട്ടുള്ള ആ ഒരു യുദ്ധഭൂമിയിൽ അല്ലെ, നമ്മൾ ഈ പറയുന്ന മഹാഭാരതം അതിന്റെയൊക്കെ ഒരു സീരിയലൊക്കെ നിങ്ങൾ കണ്ടിട്ടുള്ള ആൾക്കാരായിരിക്കും അല്ലെ, അല്ലെങ്കിൽ അങ്ങനെ ആ ഒരു മൂവിയൊക്കെ നിങ്ങൾ കണ്ടിട്ടുള്ളവരായിരിക്കും. യുദ്ധസമാനമായിട്ടുള്ള ഭൂമിയിൽ അതിന്റെ അറിയിപ്പുകൾ കൊടുക്കുന്നത് നമുക്കറിയാം അല്ലെ, വിവിധങ്ങളായിട്ടുള്ള പെരുമ്പറ മുഴക്കും ഓക്കെ അല്ലെ, പിന്നെ പെരുമ്പറ, പിന്നെ ഈ പറയുന്ന വലിയ ഇതൊക്കെ എന്ത് ചെയ്യും, ശബ്ദ കോലാഹലങ്ങളൊക്കെ ഉണ്ടാക്കും, ശംഖ് വിളിക്കും. അത്തരത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, വിവിധങ്ങളായിട്ടുള്ള അറിയിപ്പുകൾ എന്ത് ചെയ്യാറുണ്ട്, യുദ്ധം തുടങ്ങുന്നതിന് മുൻപ് കൊടുക്കാറുണ്ട്. ഓക്കെ, അതിപ്പോ നമ്മുടെ ഈ പറയുന്ന പുരാണ സിനിമകൾ അല്ലെങ്കിൽ അതൊന്നല്ല, അല്ലാതെ മറ്റത് റിലേറ്റഡ് ആയിട്ടുള്ള നോർമൽ നമ്മുടെ സിനിമകളിലൊക്കെ ആണെങ്കിൽ യുദ്ധം നടക്കുന്ന ഏതെങ്കിലും സിനിമകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലെ, രാജഭരണ കാലവുമായിട്ട് ബന്ധപ്പെട്ടതൊക്കെ കാണിക്കുമ്പോൾ അവിടെ ഇത്തരത്തിലുള്ള ആ ഒരു കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോ ഇവിടെ പറഞ്ഞു വരുന്നത് ഇത്രയേ ഉള്ളൂ. ഈ പറയുന്ന ഇത്തരത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഈ പറയുന്ന നമ്മുടെ കൗരവപ്പടയിൽ നിന്നും അവരുടെ ഒരു അംഗബലവും അവരുടെ ഒരു ശക്തി എന്നൊക്കെ പാണ്ഡവരെ കാണിക്കാനായിട്ട് എന്ത് ചെയ്യും, ഇവർ വിവിധങ്ങളായിട്ടുള്ള പെരുമ്പറകളൊക്കെ കൊട്ടി നമ്മുടെ ഭീഷ്മർക്ക് സത്യം പറഞ്ഞാൽ ആദ്യമേ അറിയാം എന്ത് ചെയ്യുന്നുണ്ട്, ശ്രീകൃഷ്ണൻ മറുപക്ഷത്തായതുകൊണ്ട് ഒരിക്കലും കൗരവർ ജയിക്കില്ല എന്നുള്ളത് ആർക്കറിയാം, ഭീഷ്മർക്കറിയാം. പക്ഷേ ഇവരുടെ നമ്മുടെ ഈ പറയുന്ന കൗരവരുടെയും പാണ്ഡവരുടെയും പിതാമഹനാണ് ആര്, ഭീഷ്മർ. പക്ഷെ അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, അദ്ദേഹം ഇദ്ദേഹത്തെ നമ്മുടെ ഈ പറയുന്ന കൗരവപ്പടയെ സഹായിക്കാം എന്ന് പറയുന്നത് നിൽക്കുന്നത് കൊണ്ട് തന്നെ അദ്ദേഹത്തിന് ആ കാര്യം എന്ത് ചെയ്യാൻ പറ്റത്തില്ല, പെട്ടെന്ന് വെളിവാക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ എന്ത് ചെയ്യും, അദ്ദേഹം നമ്മുടെ ഈ പറയുന്ന ദുര്യോധനെ ഒന്ന് സന്തോഷിപ്പിക്കാനായിട്ട് അങ്ങോട്ട് സിംഹനാഥം പോലെ ഉറച്ചെന്ത് ചെയ്യും, ഒരു ശംഖ് എടുത്ത് വെച്ച് ഉറച്ചെന്ത് ചെയ്യും, പുള്ളിക്കാരൻ അങ്ങോട്ട് എന്ത് ചെയ്യും, വിളിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ആ ഒരു സമയത്ത് എന്ത് ചെയ്യും, വെള്ളക്കുതിരകളെ പൂട്ടിയ തേരിൽ ആര് വരികയാണ്, നമ്മുടെ ഭഗവാൻ ശ്രീകൃഷ്ണൻ ആ യുദ്ധഭൂമിയിലേക്ക് കടന്നു വരികയാണ്, പാർത്ഥന്റെ സാരഥിയായിട്ട് അല്ലെ, അർജുനന്റെ സാരഥിയായിട്ട് അല്ലെ. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഭഗവാന് പാർത്ഥസാരഥി എന്നുള്ള പേര് കിട്ടിയത്. നിങ്ങൾക്ക് അറിയാമായിരിക്കും, ഗുരുവായൂർ അമ്പലത്തിൽ നിങ്ങൾ സ്ഥിരമായിട്ട് പോകുന്നവരാണെങ്കിൽ ഗുരുവായൂർ റെയിൽവേ സ്റ്റേഷന്റെ തൊട്ടടുത്തായിട്ട് ആരുണ്ട്, ഒരു പാർത്ഥസാരഥി ക്ഷേത്രമുണ്ട് കേട്ടോ. വളരെ മനോഹരമായിട്ടുള്ള അല്ലെ, വളരെ ഒരു ചെറിയ വിഗ്രഹമൊക്കെയാണ്, പക്ഷേ മുഴുക്കാപ്പൊക്കെ ചാർത്തുമ്പോൾ വളരെ ഭംഗിയായിട്ടുള്ള ഒരു അമ്പലമാണ്. നിങ്ങൾ ആ അമ്പലം ദർശിച്ചിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾക്കറിയാം അവിടുത്തെ ശ്രീകോവിലിന്റെ ഘടന എങ്ങനെയാണ്. ഈ പറയുന്ന കുതിരകളാൽ പൂട്ടപ്പെട്ട രഥത്തിൽ സ്ഥിതി ചെയ്യുന്ന കൃഷ്ണനായിട്ട് തന്നെയാണ് അവിടെ ആരെ പ്രതിഷ്ഠിച്ചിട്ടുള്ളത്, നമ്മുടെ ഈ പറയുന്ന പാർത്ഥസാരഥി അല്ലെ, ഭഗവാനെ പ്രതിഷ്ഠിച്ചിട്ടുള്ളത്. ശരിയല്ലേ? നിങ്ങൾ കണ്ടിട്ടുള്ള അഥവാ കണ്ടിട്ടുള്ള ഇല്ലാത്തവരാണെങ്കിൽ എന്ത് ചെയ്യുക, ഒരിക്കലെങ്കിലും ആ അമ്പലത്തിലേക്ക് കടന്നില്ല. വിശാലമായിട്ടുള്ള ഗോശാല ഒക്കെയുള്ള വളരെ മനോഹരമായിട്ടുള്ള ഒരു അമ്പലമാണ് കേട്ടോ. അപ്പോ ആ പറയുന്ന ആ ഒരു നിങ്ങളുടെ ഫ്രണ്ടിൽ ശ്രീകോവിലിന്റെ മുന്നിലായിട്ട് ആ കുതിരകളുടെ രൂപമൊക്കെ വളരെ ഭംഗിയായിട്ട് വലുതായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ ചെയ്തു വെച്ചിട്ടുണ്ട്. ഓക്കെ, കളഭത്തിലൊക്കെയുള്ള മുഴുക്കാപ്പൊക്കെ കാണാൻ സാധിക്കും സന്ധ്യാസമയത്തൊക്കെ ദീപാരാധനയ്ക്കൊക്കെ ചെന്ന് കഴിഞ്ഞാൽ. ഓക്കെ അത് ഓക്കെ. അപ്പൊ പറഞ്ഞു വന്നത് ഈ പറയുന്ന വെള്ള അശ്വങ്ങളെ അല്ലെ, വെള്ള കുതിരകളെ പൂട്ടിയ തേരിൽ ആരെഴുന്നള്ളുകയാണ്, നമ്മുടെ ശ്രീകൃഷ്ണൻ ആരുമായിട്ട് വരുന്നു, അർജുനനുമായിട്ട് യുദ്ധഭൂമിയിലേക്ക് കടന്നു വരുന്നു. ഓക്കെ, അവിടെ മറ്റൊരു പ്രത്യേകത, ഇവർ തന്നെ വിജയിക്കും എന്ന് പറയാൻ അടുത്തൊരു ലക്ഷണമാണ് എന്ത്, ഇവർ സഞ്ചരിക്കുന്നത് നിങ്ങളുടെ പടത്തിലൊക്കെ നിങ്ങളുടെ ചിത്രങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും, ആ രഥത്തിന്റെ മുകളിലുള്ള ധ്വജം മീൻസ് ആ കൊടി അല്ലെ, കൊടിക്കുറയിൽ ആരുണ്ട്, നമ്മുടെ ഹനുമാൻ ഉണ്ട് അല്ലെ. ഹനുമാൻ, ശ്രീരാമൻ എവിടെയുണ്ടോ അവിടെ ആരുണ്ട്, ഹനുമാൻ ഉണ്ട് അല്ലെ. രാമരാവണ യുദ്ധത്തിലും ആര് ജയിക്കാനായിട്ട് അവിടെ കാരണമായിട്ടുണ്ട്, നമ്മുടെ ഈ പറയുന്ന ഹനുമാൻ കാരണമായിട്ടുണ്ട് അല്ലെ. അതും ഒന്നാമത്തെ ലക്ഷണമാണ്, ആര് ജയിക്കുമെന്നുള്ളതിന്, പാണ്ഡവപ്പട ജയിക്കുമെന്നുള്ളതിന്. കാരണം അവിടെ ആരുണ്ട്, ശ്രീകൃഷ്ണനുണ്ട്, അർജുനനുണ്ട്, പിന്നെ ആരുണ്ട്, ഈ പറയുന്ന ഹനുമാനുണ്ട് അല്ലെ. നമ്മുടെ ഈ പറയുന്ന മഹാവിഷ്ണുവിന്റെ അവതാരങ്ങളായിട്ടുള്ള ശ്രീരാമൻ കഴിഞ്ഞു വരുന്ന ശ്രീകൃഷ്ണൻ ഒക്കെ ആവുമ്പോൾ തന്നെ അവിടെ എല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, വിജയത്തിന്റെ ആ ഒരു ലക്ഷണം ഉറപ്പിക്കുന്നുണ്ട്. ഓക്കെ അല്ലേ?
അങ്ങനെ വന്നു നിൽക്കുന്ന സമയത്ത് എന്തു ചെയ്യുന്നുണ്ട്? വിശേഷങ്ങളായിട്ടുള്ള ശംഖുകൾ പാണ്ഡവപ്പടയുടെ ഭാഗത്തു നിന്നും വിളിക്കുന്നുണ്ട് കേട്ടോ. അപ്പോ അവിടെ നമുക്ക് നോക്കാം, ഇങ്ങനെയാണ് ആ വരികൾ പറയുന്നത് ഭഗവത്ഗീതയിൽ. പാഞ്ചജന്യം ഹൃഷീകേശോ ദേവദത്തം ധനഞ്ജയ പൗണ്ട്രം ദത്മൗ മഹാശങ്കം ഭീമകർമ്മ വൃഗോദര. അല്ലെ, പാഞ്ചജന്യം ഹൃഷീകേശോ ദേവദത്തം ധനഞ്ജയ പൗണ്ട്രം ദത്മൗ മഹാശങ്കം ഭീമകർമ്മ വൃഗോദര. എന്താണ് അവിടെ പറയുന്നുണ്ട്? ഭഗവാൻ ശ്രീകൃഷ്ണൻ വിളിച്ച ശംഖാണ് ഏത്? പാഞ്ചജന്യം. ഈ പറയുന്ന പാഞ്ചജന്യം പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഞാൻ ഈ പറയുന്ന ഭഗവത്ഗീത അത്രമേൽ ചോദ്യകർത്താവിന് ഇഷ്ടം കാണാം എന്ന അനുമാനത്തിനൊക്കെ ഉള്ള കാര്യങ്ങൾ ഇതുകൊണ്ടാണ് കേട്ടോ. അപ്പൊ ഈ പറയുന്ന കാര്യം ഇവിടെ പറയുന്നുണ്ട്, നമ്മുടെ ഭഗവത്ഗീതയിൽ വളരെ വ്യക്തമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? അധ്യായത്തിൽ പറയുന്നുണ്ട്. പാഞ്ചജന്യം ഹൃഷീകേശോ, അല്ലെ, ഹൃഷീകേശൻ ഭഗവാൻ കൃഷ്ണൻ അല്ലെ, തന്റെ പാഞ്ചജന്യം എന്ന ശംഖ് എന്തു ചെയ്യുന്നുണ്ട്? മുഴക്കുന്നുണ്ട്. പിന്നെയോ ദേവദത്തം ധനഞ്ജയ, ധനഞ്ജയൻ അല്ലെ, അർജുനന്റെ മറ്റൊരു പേരാണ് എന്താ? ധനഞ്ജയൻ. ഓക്കെ, പാർത്ഥൻ, ധനഞ്ജയൻ, കൗന്ദയൻ, ഇതൊക്കെ എന്താണ്? അർജുനന്റെ മറ്റു പേരുകളാണ്. അപ്പോ ദേവദത്തം എന്നുള്ള വിശേഷമായിട്ടുള്ള ശംഖ് ആര് മുഴക്കുന്നു? നമ്മുടെ ഈ പറയുന്ന അർജുനൻ മുഴക്കുന്നു. ഓക്കെ, അപ്പോ അവിടെ ഓപ്പോസിറ്റ് ഭാഗത്തു നിന്നും യുദ്ധ സന്നാഹത്തിന്റെ മുന്നറിയിപ്പ് നൽകുമ്പോൾ തിരിച്ചെന്ത് ചെയ്യുന്നു? വളരെ വിശേഷങ്ങളായിട്ടുള്ള ശംഖുകൾ മുഴക്കിക്കൊണ്ട് ഈ ഭാഗത്തു നിന്നും എന്ത് ചെയ്യുന്നുണ്ട്? തങ്ങളുടെ വരവ് ആരറിയിക്കുന്നു? പാണ്ഡവർ അറിയിക്കുന്നു. ആരെ? നമ്മുടെ ഭഗവാനാണ് മുന്നിൽ തേരാളിയായിട്ട് നിന്നുകൊണ്ട് ആദ്യ ശംഖ് ആര് മുഴക്കുകയാണ്? ഹൃഷീകേശൻ അല്ലെ, കൃഷ്ണൻ മുഴക്കുകയാണ്, പാഞ്ചജന്യം. പിന്നെ നമ്മൾ പറഞ്ഞു ദേവദത്തം എന്നുള്ള ശംഖ് ആര് മുഴക്കുന്നു? ധനഞ്ജയൻ, പാർത്ഥൻ അല്ലെങ്കിൽ കൗന്ദേയൻ അല്ലെ, കുന്തിപുത്രനായിട്ടുള്ള അല്ലെ. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞു പൗണ്ട്രം ദത്മൗ മഹാശങ്കം ഭീമകർമ്മ വൃഗോദര അല്ലെ. പൗണ്ട്രം എന്ന് പറയുന്ന ദിവ്യമായിട്ടുള്ള മഹാശംഖ് ആരാണ്? നമ്മുടെ ഭീമൻ മുഴക്കുകയാണ് കേട്ടോ. അതിശക്തിധാരിയായിട്ടുള്ള അല്ലെ, അതിഭീമാകാരമായിട്ടുള്ള ഭീമൻ എന്ത് ചെയ്യുന്നു? തന്റെ ദിവ്യമായിട്ടുള്ള ശംഖ് പൗണ്ട്രം എടുത്ത് എന്ത് ചെയ്യുകയാണ്? അദ്ദേഹം മുഴക്കുന്നു. ഓക്കെ, തീരുന്നില്ല. അനന്ത വിജയം രാജ കുന്തിപുത്രോ യുധിഷ്ഠിര. അനന്ത വിജയം രാജ കുന്തിപുത്രോ യുധിഷ്ഠിര നകുല സഹദേവശ്ച സുഘോഷമണി പുഷ്പഗൗ. നകുല സഹദേവശ്ച സുഘോഷമണി പുഷ്പഗൗ അല്ലെ. നിങ്ങൾക്ക് മനസ്സിലായി കാണും ആ വരികൾ പറയുമ്പോൾ തന്നെ. അനന്ത വിജയം രാജ അല്ലെ, അനന്ത വിജയം രാജ കുന്തിപുത്രോ യുധിഷ്ഠിര. രാജാവായിട്ടുള്ള കുന്തിപുത്രനായിട്ടുള്ള യുധിഷ്ഠിരൻ അല്ലെ. ഓരോ വരികൾ പറയുമ്പോൾ തന്നെ എന്ത് ചെയ്യാം? നമുക്ക് വളരെ വ്യക്തമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? മനസ്സിലാക്കാൻ പറ്റും കേട്ടോ. അപ്പൊ അനന്ത വിജയം രാജ കുന്തിപുത്രോ യുധിഷ്ഠിര. കുന്തിപുത്രനായിട്ടുള്ള യുധിഷ്ഠിരൻ എന്തു ചെയ്യുന്നു? തന്റെ അനന്ത വിജയം എന്ന ശംഖ് എന്ത് ചെയ്യുന്നുണ്ട്? മുഴക്കുന്നുണ്ട്. ഓക്കെ അല്ലേ? അപ്പോ അനന്ത വിജയം ആരുടെ ശംഖാണ്? ഈ പറയുന്ന യുധിഷ്ഠിരന്റെ ശംഖാണ്. തീരുന്നില്ല. നകുല സഹദേവശ്ച സുഘോഷ മണി പുഷ്പകൗ. നകുല സഹദേവശ്ച സുഘോഷ മണി പുഷ്പകൗ. നകുലൻ അല്ലെ, സഹദേവൻ, പിന്നെയോ ഇവരുടെ ശംഖുകൾ അല്ലെ. നകുല സഹദേവശ്ച സുഘോഷ മണി പുഷ്പകൗ. ഓക്കെ അല്ലേ? നോക്കിക്കോളേ. അപ്പോൾ നമ്മൾ പറഞ്ഞു അനന്ത വിജയം എന്ന ശംഖ് രാജാവായിട്ടുള്ള കുന്തിപുത്രനായിട്ടുള്ള അല്ലെ പാണ്ഡവരിലെ ആര് വിളിക്കുകയാണ്? യുധിഷ്ഠിരൻ എന്ത് ചെയ്യുന്നു? വിളിക്കുന്നുണ്ട്. തൊട്ടുപുറകിൽ നിന്നും ആരുണ്ട്? അവരുടെ സഹോദരങ്ങളായിട്ടുള്ള നകുലനും സഹദേവനും യഥാക്രമം ഏതൊക്കെ ശംഖ് വിളിക്കുന്നു? സുഘോഷവും മണിപുഷ്പകവും എന്നുള്ള ശംഖ് എന്ത് ചെയ്യുകയാണ്? അവരും വിളിക്കുകയാണ്. ഓക്കെ, അപ്പോ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇവിടെ നമ്മൾ എന്തു പറയുന്നുണ്ട്? മൊത്തം 6 ശംഖുകൾ അല്ലെ, 6 പേരുടെ അല്ലെ, നമ്മുടെ ഭഗവാൻ ശ്രീകൃഷ്ണന് പഞ്ച പാണ്ഡവന്മാരുടെ 5 ശംഖുകൾ, ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ശംഖ്, ഇവയെക്കുറിച്ച് എന്ത് ചെയ്യുന്നുണ്ട്? വളരെ വ്യക്തമായിട്ട് ആര് എവിടെ പറയുന്നുണ്ട്? നമ്മുടെ വേദവ്യാസ മഹർഷിയൊക്കെ വളരെ മനോഹരമായിട്ട് ഗീതയിൽ എന്ത് ചെയ്യുന്നുണ്ട്? പറഞ്ഞു വെച്ചിട്ടുണ്ട് അല്ലെ. അർജുന വിഷാദയുഗത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്? ഇത് പറയുന്നുണ്ട്. അപ്പൊ അവിടെ നിന്നും മനസ്സിലാക്കേണ്ടത്, പ്രീവിയസ് ചോദ്യം ആയതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് പഠിച്ചിരിക്കുക? ഈ പറയുന്ന എല്ലാ ശംഖുകളെ കുറിച്ചും ആരുടെയൊക്കെ ഏതൊക്കെ ശംഖുകളാണെന്നുള്ളത് എന്ത് ചെയ്യുക? ഡീറ്റെയിൽഡ് ആയിട്ട് എന്ത് ചെയ്യുക? മനസ്സിലാക്കി പഠിക്കുക. 1 മാർക്ക് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? ഉറപ്പായിട്ട് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ സാധിക്കണം. ഓക്കെ, അപ്പോൾ ഒരിക്കൽ കൂടി, പാഞ്ചജന്യം ഹൃഷീകേശോ ദേവദത്തം ധനഞ്ജയ പൗണ്ട്രം ദത്മൗ മഹാശങ്കം ഭീമകർമ്മ വൃഗോദര അനന്ത വിജയം രാജ കുന്തിപുത്രോ യുധിഷ്ഠിര
നകുല സഹദേവസ്യ സുഘോഷ മണി പുഷ്പകൗ. ഓക്കെ അല്ലേ? അപ്പോ പാഞ്ചജന്യം എന്ന ശംഖ ആര് വിളിക്കുകയാണ്? സാക്ഷാൽ ശ്രീകൃഷ്ണൻ അല്ലേ? സാക്ഷാൽ ശ്രീകൃഷ്ണൻ എന്ത് ചെയ്യുന്നു? പാഞ്ചജന്യം എന്ന ശംഖ് വിളിക്കുന്നു. പിന്നെയോ ദേവദത്തം ധനഞ്ജയ അല്ലെ, ദേവനിർമ്മിതമായിട്ടുള്ള ശംഖ് അല്ലെ, ദേവദത്തം എന്ന ശംഖ് ആര് വിളിക്കുകയാണ്? ധനഞ്ജയൻ അല്ലെ, അർജുനൻ അല്ലെങ്കിൽ പാർത്ഥൻ എന്ത് ചെയ്യുന്നുണ്ട്? വിളിക്കുന്നുണ്ട്. ഓക്കെ അല്ലേ? പിന്നെയോ നമ്മൾ പറഞ്ഞു ഭീമൻ അല്ലെ, അതിശക്തിശാലിയായിട്ടുള്ള ഭീമൻ തന്റെ പൗണ്ഡ്രം എന്നുള്ള ശംഖ് എന്ത് ചെയ്യുകയാണ്? കൗരവപ്പടയ്ക്ക് നേരെ എന്ത് ചെയ്യുകയാണ്? നോക്കിക്കൊണ്ട് ഉറച്ച് എന്ത് ചെയ്യുകയാണ്? ശംഖശബ്ദം ഉയർത്തുകയാണ്. തീരുന്നില്ല, രാജാവായിട്ടുള്ള കുന്തിപുത്രനായിട്ടുള്ള പഞ്ചപാണ്ഡവന്മാരിലെ യുധിഷ്ഠിരൻ എന്ത് ചെയ്യുന്നു? തന്റെ അനന്ത വിജയം എന്നുള്ള ശംഖ് എന്ത് ചെയ്യുകയാണ്? വിളിക്കുകയാണ്. ആയതോടൊപ്പം സഹോദരന്മാരായിട്ടുള്ള നകുലൻ, സഹദേവൻ എന്നിവർ എന്ത് ചെയ്യുകയാണ്? യഥാക്രമം നകുലൻ തന്റെ ശംഖായിട്ടുള്ള സുഘോഷവും സഹദേവൻ തന്റെ ശംഖായിട്ടുള്ള മണിപുഷ്പകവും എന്ത് ചെയ്യുന്നുണ്ട്? വിളിക്കുന്നുണ്ട്. ഓക്കെ അല്ലേ? അപ്പോൾ ഈ കാര്യങ്ങൾ എന്ത് ചെയ്യുക? വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കുക. നമ്മൾ ഈ പറയുന്ന ശ്രീമദ് ഭഗവത്ഗീതയിൽ നിന്നും എന്ത് ചെയ്യുക? ഈ ഒരു പ്രധാനപ്പെട്ട കുറെ കാര്യങ്ങൾ എന്ത് ചെയ്യുക? മനസ്സിലാക്കി വയ്ക്കുക. ഒരു പക്ഷേ ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? നിങ്ങൾക്ക് തീർച്ചയായിട്ടും മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കണം. അതുകൊണ്ടാണ് അത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് എന്ത് ചെയ്യുന്നത് ഇതിവിടെ പറയുന്നത്. സമയം കിട്ടുമ്പോൾ എന്ത് ചെയ്യുക? ഗീതയിലെ ഈ ശ്ലോകങ്ങളൊക്കെ ഒന്ന് എന്ത് ചെയ്യുക? വായിച്ച് ഹൃദിസ്ഥമാക്കുക. ഓക്കെ, നമ്മൾ ഈ പറയുന്ന സന്ധ്യാനാമ സമയങ്ങളിലൊക്കെ എന്ത് ചെയ്യുക? നമ്മുടെ ഈ പറയുന്ന ഗ്രന്ഥങ്ങളൊക്കെയും എന്തിനാണ് അവർ ഈ പറയുന്ന നമ്മുടെ മുനികളൊക്കെ അവർ വച്ചിരിക്കുന്നത് എന്തിനാണ്? ഈ പറയുന്ന കാലാകാലങ്ങളായിട്ട് നമ്മൾ ഈ പറയുന്ന ഗായതേതി ഗീത എന്ന് പറഞ്ഞത് പാടി പുകഴ്ത്തപ്പെട്ടതുപോലെ പിൽക്കാലത്ത് എന്ത് ചെയ്യണം? പാടി പുകഴ്ത്തപ്പെടണം. ഓക്കെ അല്ലേ? അപ്പോൾ അത്തരത്തിൽ എന്ത് ചെയ്യുക? നിങ്ങളും വായിച്ച് മനസ്സിലാക്കിയിരിക്കുക. ഓക്കെ അല്ലേ? ഇനി നമ്മൾ ഈ പറയുന്ന ക്ഷേത്രത്തെക്കുറിച്ച് അല്ലെ പറഞ്ഞത് കൊണ്ട് തന്നെ ഇനി എന്ത് ചെയ്യാം? നമുക്ക് ഈ പറയുന്ന ഇനിയും ഒരു പ്രീവിയസ് ചോദ്യത്തെ കണക്ട് ചെയ്തിട്ട് അല്ലെ ഒരു ക്ഷേത്രവുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ കൂടെ എന്ത് ചെയ്യാം? നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ എന്ത് ചെയ്യാം? മനസ്സിലാക്കി പോവാം. ഓക്കെ അല്ലേ? അപ്പോ നമ്മുടെ പ്രീവിയസ് ചോദ്യമായിട്ട് ഏറ്റവും കൂടുതൽ തവണ ചോദിച്ചു കണ്ടിട്ടുള്ള ഒരു ചോദ്യമാണ് എന്ത്? ഈ പറയുന്ന ക്ഷേത്ര ഗോപുരം ഭഗവാന്റെ ഏത് അവയവമായിട്ടാണ് എന്ത് ചെയ്യുന്നത്? കണക്കാക്കുന്നത് എന്നുള്ളത്. ഓക്കെ അല്ലേ? ഈ പറയുന്ന ക്ഷേത്ര ഗോപുരം ഭഗവാന്റെ ഏത് അവയവമായിട്ട് കണക്കാക്കുന്നു എന്നുള്ളത് റിപ്പീറ്റഡ് ആയിട്ട് കണ്ടിട്ടുള്ള ഒരു ചോദ്യമാണ്. ഓക്കെ അല്ലേ? നമുക്കറിയാം, ഒരു ക്ഷേത്രത്തെ ദേവന്റെ ശരീരമായിട്ട് സങ്കല്പിച്ചു കഴിഞ്ഞാൽ അല്ലെ, ഒരു അമ്പലത്തിൽ നമ്മൾ എല്ലാവരും നിത്യേന അല്ലെങ്കിൽ അല്ലെ ആഴ്ചയിലോ മാസത്തിലോ ഒക്കെ എന്ത് ചെയ്യാറുണ്ട്? നമ്മളൊക്കെ അമ്പലത്തിൽ അല്ലെ ക്ഷേത്ര ദർശനം നടത്താറുള്ളവരാണ്. അങ്ങനെ ക്ഷേത്ര ദർശനം നടത്തുന്ന സമയത്ത് അല്ലെ ഈ കാര്യങ്ങൾ എന്ത് ചെയ്തിരിക്കുക? നമ്മൾ വ്യക്തമായിട്ടൊന്ന് അറിഞ്ഞിരിക്കുക. ഒരു ക്ഷേത്രം നിർമ്മിക്കുമ്പോൾ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? ആ ഒരു ക്ഷേത്രത്തെ ദേവന്റെ ശരീരമായിട്ടാണ് എന്ത് ചെയ്യുന്നത്? സങ്കല്പിക്കുന്നത്. ഓക്കെ അല്ലേ? നമ്മൾ ഈ പറയുന്ന ശ്രീകോവിലിനകത്തിരിക്കുന്ന ആ ഒരു പ്രതിഷ്ഠ അല്ലെ അല്ലെങ്കിൽ ആ ഒരു വിഗ്രഹം വിശേഷഭാവത്തിൽ ഗ്രഹിക്കേണ്ടത് എന്നാണ് എന്ത് ചെയ്യുന്നത്? വിഗ്രഹത്തെ കുറിച്ച് പറയുന്നത് കേട്ടോ. വിശേഷ ഭാവത്തിൽ എന്ത് ചെയ്യുക? ഗ്രഹിക്കുക എന്നുള്ള അർത്ഥത്തിലാണ് വിഗ്രഹത്തെ എന്ത് ചെയ്യുന്നത്? പറയുന്നത്. അപ്പോ അത്തരത്തിൽ ശ്രീകോവിലിനകത്ത് കുടികൊള്ളുന്ന വിഗ്രഹമാണ് എന്ത് ചെയ്യുന്നത്? നമ്മൾ ഈ പറയുന്ന ക്ഷേത്ര ഗോപുരവും ആനക്കൊട്ടിലും പ്രദക്ഷിണ വഴിയും ബലിക്കൽപുരയും ഒക്കെ കടന്നുകൊണ്ട് നാലമ്പലം വഴി നമ്മൾ അകത്തേക്ക് കടന്നു ചെല്ലുമ്പോൾ എന്ത് ചെയ്യുന്നത്? നമ്മൾ ഇരു കൈകളും എന്ത് ചെയ്യുന്നത്? ഇങ്ങനെ ഒരു താമര വിടർന്ന അല്ലെ ഒരു താമര മുട്ടിന്റെ ഒരു ആകൃതി പോലെ കൈകൾ കൂപ്പി എന്ത് ചെയ്യുന്നത്? നമ്മൾ തൊഴുന്നത് അല്ലെ. അപ്പോ അത്തരത്തിൽ ആ കാണുന്ന ദേവന്റെ ശരീരത്തിലെ വിവിധ ഭാഗങ്ങളായിട്ടാണ് എന്ത് ചെയ്യുന്നത്? ആ ഒരു മുഴുവൻ ക്ഷേത്രത്തെയും സങ്കല്പിക്കുന്നത്. ഓക്കെ അല്ലേ? അപ്പോ ഈ പറയുന്ന ക്ഷേത്ര ഗോപുരം ഭഗവാന്റെ പാദമായിട്ടാണ് എന്ത് ചെയ്യുന്നത്? കണക്കാക്കുന്നത് അല്ലെ. ക്ഷേത്ര ഗോപുരം ഭഗവാന്റെ പാദമായിട്ടാണ് കണക്കാക്കുന്നത്. ഈ പറയുന്ന ക്ഷേത്ര സങ്കല്പം വളരെ ഈ മഹാക്ഷേത്രങ്ങളിലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഇത്തരത്തില് ഈ പറയുന്ന പ്രദക്ഷിണ വഴിയും പിന്നെ ഈ പറയുന്ന ആനക്കുട്ടിലും ഒക്കെ എന്ത് ചെയ്യാം? നമുക്ക് കാണാൻ സാധിക്കും അല്ലെ. ചിലപ്പോൾ ചെറിയ ചെറിയ ക്ഷേത്രങ്ങളാണെങ്കിൽ ഒരുപക്ഷെ ആനക്കുട്ടിൽ ഉണ്ടാകത്തില്ല, ചില ക്ഷേത്രങ്ങളിൽ ബലിക്കൽപുര ഉണ്ടാകത്തില്ല, ചില ക്ഷേത്രങ്ങളിൽ നമസ്കാര മണ്ഡപം ഉണ്ടാകത്തില്ല. എങ്കിലും ഇവയൊക്കെയാണ് ഒരു മഹാക്ഷേത്രത്തിന്റെ ഒരു ഘടന എന്ന് പറയുന്നത്. പല വിധത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്? ക്ഷേത്രങ്ങൾ അവരവരുടെ ആ ഒരു ഇതിനനുസരിച്ച് എന്ത് ചെയ്യുന്നുണ്ട്? നിർമ്മിക്കുന്നുണ്ട്. നിങ്ങളിപ്പോ ഈ പറയുന്ന നമ്മുടെ ഗുരുവായൂർ ദേവസ്വമായി ബന്ധപ്പെട്ട് പഠിക്കുമ്പോൾ തന്നെ ഗുരുവായൂരപ്പനെ കണ്ട് തൊഴുതിട്ടുള്ളവരാണെങ്കിൽ അല്ലെ, നിങ്ങൾ കണ്ടിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾ സങ്കല്പിക്കുക, നമ്മൾ ഈ ഓരോ ഭഗവാന്റെ ശരീരം ഓരോ ഭാഗമായിട്ട് പറയുമ്പോൾ ആ ഒരു ഫ്രണ്ടിൽ വിളക്കുമാടം കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? കടന്നു പോകുന്നത് മുതൽ ഓരോ പാർട്ടും എന്ത് ചെയ്യുക? നിങ്ങൾ മനസ്സിലേക്ക് കൊണ്ടുവരുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ ഒരു ഘടന എന്ത് ചെയ്യാം? മനസ്സിലാക്കാം. ഓക്കെ അല്ലേ? അപ്പോ ഒരു ക്ഷേത്രത്തിലെ മുന്നിൽ കാണുന്ന ഗോപുരം ഭഗവാന്റെ ഏത് അവയവമായിട്ടാണ് കണക്കാക്കുന്നത് എന്ന് ചോദിച്ചാൽ പാദമാണ് കേട്ടോ. ഒരു ക്ഷേത്ര ഗോപുരം ഭഗവാന്റെ ഏതു ശരീരഭാഗമായിട്ടാണ് കണക്കാക്കുന്നത്? ഒരു ക്ഷേത്രത്തെ ദേവനായിട്ട് സങ്കല്പിക്കുമ്പോൾ
ആ ക്ഷേത്രത്തിന്റെ ഗോപുരം ഭഗവാന്റെ പാദമായിട്ടാണ് എന്ത് ചെയ്യുന്നത്, കണക്കാക്കുന്നത് അല്ലെ. ഇപ്പൊ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കുക, ഭഗവാൻ ഇങ്ങനെ നീണ്ടു നിവർന്ന് കിടക്കുന്നതായിട്ട് എന്ത് ചെയ്യുക, ഒന്ന് സങ്കല്പിക്കുക അല്ലെ. തല അങ്ങ് ശ്രീകോവിൽ മുതൽ എന്ത് ചെയ്യുന്നുണ്ട്, ഇങ്ങ് പുറത്തേക്ക് പാദം ഈ പറയുന്ന ക്ഷേത്ര ഗോപുരം വരെ നീണ്ടു കിടക്കുന്നതായിട്ട് നിങ്ങൾ മനസ്സിലൊന്ന് വളരെ മനോഹരമായിട്ടുള്ള സങ്കല്പമാണ് കേട്ടോ. ഒന്ന് സങ്കല്പിച്ചു, നമ്മൾ ഈ പറയുന്ന അല്ലെ ദേവന്റെ ഒരു ശരീരമായിട്ടൊക്കെ സങ്കല്പിക്കുമ്പോൾ അല്ലെ, ആ ഭഗവാന്റെ പാദത്തിലൂടെ കയറിയാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ഓരോ ഘട്ടം ഘട്ടമായിട്ട് എന്ത് ചെയ്യുന്നു, ആ കാണുന്ന ഭഗവാന്റെ ശിരസ്സാകുന്ന ഗർഭഗൃഹത്തിനടുത്തേക്ക് അല്ലെ, ശ്രീകോവിലിനടുത്തേക്ക് എത്തുന്നത്. ഓക്കെ അല്ലേ. അപ്പോ നമ്മൾ പറഞ്ഞു വരുന്ന ഇത്രയേ ഉള്ളൂ. ക്ഷേത്ര ഗോപുരം ഭഗവാന്റെ ഏത് അവയവമായിട്ട് കണക്കാക്കുന്നു എന്ന് ചോദിച്ചാൽ അത് പാദം ആണ് കേട്ടോ, പാദം. ഇനി ഇത് ശ്രദ്ധിച്ചോളേ, നേരത്തെ പറഞ്ഞതുപോലെ ഇതെന്ത് തന്നെയാണ്, പ്രീവിയസ് ചോദ്യമാണ്. ഓക്കെ, ഒന്നല്ല രണ്ടല്ല 2-3 പ്രാവശ്യം എന്ത് ചെയ്യുന്നുണ്ട്, ഈ ചോദ്യം കണ്ടിട്ടുണ്ട്. അപ്പോ തീർച്ചയായിട്ടും ഒരു ക്ഷേത്ര സങ്കല്പം ഭഗവാന്റെ ശരീരമായിട്ട് കണക്ട് ചെയ്ത് എന്ത് ചെയ്യുക, നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. ഓക്കെ, അപ്പോ നമ്മൾ ഈ പറയുന്ന ഒരു ക്ഷേത്ര ഗോപുരത്തിന്റെ അല്ലെ, ഒരു ക്ഷേത്ര ഗോപുരം കഴിഞ്ഞ് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ അകത്തേക്ക് കയറുക അല്ലെ. ഈ കയറുന്ന ടൈമിൽ തന്നെ ഈ ഒരു ഗോപുരത്തെ കണക്ട് ചെയ്ത് എന്തുണ്ട്, ഈ പറയുന്ന ഒരു മതിലുണ്ടാവും അല്ലെ, ക്ഷേത്രത്തെ സംരക്ഷിച്ചു നിർത്തുന്ന ഒരു മതിലുണ്ടാവും അല്ലെ, പുറം മതിൽ അല്ലെ. പുറം മതിലിന്റെ മറ്റൊരു പേരാണ് എന്താ, മര്യാദ. ഓക്കെ, പുറം മതിലിന്റെ മറ്റൊരു പേരാണ് എന്താ, മര്യാദ. നമ്മൾ ഭഗവാന്റെ പാദത്തിൽ നിന്നും കയറി കഴിഞ്ഞു അല്ലെ, ഭഗവാന്റെ പാദം കഴിഞ്ഞു കഴിഞ്ഞാൽ തൊട്ടടുത്ത അല്ലെ നമ്മുടെ കണങ്കാൽ അല്ലെങ്കിൽ മുട്ട എന്ന് പറയുന്നത് ഏതാണ്, ഈ പറയുന്ന എന്താണ്, മര്യാദ അല്ലെങ്കിൽ പുറം മതിലാണ്. ഓക്കെ അല്ലേ. അപ്പോ നമ്മുടെ ഈ പറയുന്ന പാദം, ക്ഷേത്ര ഗോപുരത്തെ ഒരു പാദമായിട്ട് സങ്കല്പിക്കുക അല്ലെ. ക്ഷേത്ര സങ്കല്പം അതാണ്. നമ്മൾ എന്ത് ചെയ്യുക, മനസ്സിൽ ആ ഒരു ഭഗവാന്റെ പാദങ്ങളായിട്ട് എന്ത് ചെയ്യുക, സങ്കല്പിച്ചുകൊണ്ട്. നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും ക്ഷേത്ര ഗോപുരത്തിൽ 2 കൈകളും എന്ത് ചെയ്യാറുണ്ട്, ആ ഒരു പടിക്കെട്ടിൽ എന്ത് ചെയ്യുക, തൊട്ട് തൊഴുതുകൊണ്ട് പലരും കയറി അകത്തേക്ക് പോകുന്നത് കണ്ടിട്ടുണ്ടായിരിക്കും. നിങ്ങൾ ഗുരുവായൂർ നിർമാല്യം ഒക്കെ തൊഴാനായിട്ട് നിങ്ങൾ പോയിട്ടുള്ളവരാണെങ്കിലും, ഗുരുവായൂർ അല്ലാതെ നിങ്ങൾ തൊഴാൻ പോകുന്നതാണെങ്കിൽ, അല്ലെങ്കിൽ മറ്റൊരു ക്ഷേത്രത്തിൽ പോകുന്നതാണെങ്കിലും, ആ ഒരു ഗോപുരവാതിൽക്കൽ ഒരുപാട് പേര് എന്ത് ചെയ്യുന്നുണ്ട്, ഇങ്ങനെ കൈകൾ തൊട്ട് തൊഴുത് അകത്തേക്ക് പ്രവേശിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കാം. എന്തുകൊണ്ടാണ്, അത് ഭഗവാന്റെ പാദമായിട്ട് എന്ത് ചെയ്യുന്നു, ആ ഗോപുരത്തെ എന്ത് ചെയ്യുകയാണ്, സങ്കല്പിക്കുന്നത് കൊണ്ടാണ്. ഓക്കെ, വളരെ മനോഹരമായിട്ടുള്ള ഒരു സങ്കല്പമാണ്. പിന്നെ നമ്മൾ ഈ പറയുന്ന ആ ഒരു ഗോപുരത്തെ കണക്ട് ചെയ്ത് ആ ഒരു കോവിലിനെ എല്ലാം അല്ലെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് അല്ലെ, ഒരു കവചമായിട്ട് നിൽക്കുന്ന പുറം മതിൽ, അതിനെ കൂടെ കണക്ട് ചെയ്യുന്ന പുറം മതിൽ അല്ലെ, അതിന്റെ മറ്റൊരു പേരാണ് ഇവിടെ പറഞ്ഞത്, എന്താണ്, മര്യാദ. ആ പറയുന്ന ആ പുറം മതില് ഭഗവാന്റെ മുട്ട അല്ലെങ്കിൽ എന്താണ്, കണങ്കാല് ആണെന്നാണ് എന്ത് സങ്കല്പം. ഓക്കെ, ഇത് കഴിഞ്ഞാൽ എന്താണ് അടുത്ത് നമ്മുടെ ഈ പറയുന്ന വയർ അല്ലെ. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഈ പറയുന്ന ഇവിടെ നിങ്ങൾ നോക്കുക, ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ വെച്ചിട്ട് ഇങ്ങനെ പറയണം കേട്ടോ. ഈ പറയുന്ന ഗോപുരം വഴി അല്ലെ, ഈ പറയുന്ന പുറം മതിൽ ഇതാ കാണുന്നു. പിന്നെ എന്തുണ്ട്, ഈ അകത്തായിട്ട് ഇവിടെ ആയിട്ട് ഒരു പ്രദക്ഷിണ വഴി ഉണ്ടാവും അല്ലെ. ചിലപ്പോൾ ഇവിടെ നമ്മൾ കയറുമ്പോൾ ആനക്കൊട്ടിലുണ്ടാവാം, ആനക്കൊട്ടിനകത്തൂടെ ആയിരിക്കാം എന്ത് ചെയ്യുക, നമ്മുടെ ഈ നാലമ്പലത്തിനെ ചുറ്റി പുറത്തെ പ്രദക്ഷിണ വഴി, ഞാൻ പറയുന്ന അകത്തെ പ്രദക്ഷിണ വഴി അല്ല, പുറത്തെ പ്രദക്ഷിണ വഴി ഉണ്ടാകും. ഓക്കെ അല്ലേ. അപ്പോ അത്തരത്തിലുള്ള പുറത്തെ പ്രദക്ഷിണ വഴി എന്തായിട്ട് പറയുന്നുണ്ട്, ഭഗവാന്റെ വയറായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്. ഓക്കെ അല്ലേ. ആ ഒരു പുറത്തെ പ്രദക്ഷിണ വഴിയാണ് എന്തായിട്ട് പറയുന്നത്, വയറ്, ഭഗവാന്റെ കുക്ഷി അല്ലെ. ആ ഒരു പുറത്തെ പ്രദക്ഷിണ വഴി അല്ലെ, എന്തായിട്ട് പറയുന്നു, കുക്ഷി അല്ലെങ്കിൽ വയർ അല്ലെ, കുക്ഷി അല്ലെങ്കിൽ വയറ് എന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്. ആരുടെയാണ്, ഭഗവാന്റെ കുക്ഷി. ഓക്കെ, ഈ പറയുന്നതായി ഇവിടെ നമ്മൾ ഈ പറയുന്ന ഒരു ഗോപുരം, പിന്നെ പുറം മതിൽ. ഓക്കെ അല്ലേ. പിന്നെ എന്തുവാണ്, ആ അകത്ത് കാണുന്ന ആ ഒരു പ്രദക്ഷിണ വഴി. ചിലപ്പോൾ അവിടെ എന്തുണ്ടാവും, ആനക്കുട്ടിലൊക്കെ ഉണ്ടാവും. ഓക്കെ, ജസ്റ്റ് ഞാനിപ്പോ ഈ പാർട്ട് പറയാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഇതിങ്ങനെ വരച്ചു പോകുന്നേ ഉള്ളൂ. പിന്നെ എന്ത് ചെയ്യുന്നു, ഈ പറയുന്ന പ്രദക്ഷിണ വഴി നമ്മൾ എന്തായിട്ട് പറഞ്ഞു, ഭഗവാന്റെ വയറ് അല്ലെങ്കിൽ കുക്ഷി എന്ന് നമ്മൾ എന്ത് ചെയ്തു, പറഞ്ഞു. ഓക്കെ, ഇനി നമുക്കറിയാം ഇവിടെ എന്തുണ്ട്, നാലമ്പലം ഉണ്ട് അല്ലെ. നമ്മൾ ഈ പറയുന്ന പ്രദക്ഷിണ വഴി കഴിഞ്ഞ് ഇവിടെ എന്തുണ്ടാവാം, നോർമലി നിങ്ങൾ സങ്കല്പിക്കുക ഒരു അമ്പലത്തിൽ ഇവിടെ ബാക്കി എന്തുണ്ട്, ഇവിടെ ഈ പറയുന്ന ആനക്കൊട്ടിലൊക്കെ ഉണ്ട്. പിന്നെയോ ആ ആനക്കൊട്ടിൽ കഴിഞ്ഞ് ഇവിടെ ആയിട്ട് ആരുണ്ട്, ധ്വജസ്തംഭം ഉണ്ട്. ധ്വജസ്തംഭം കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എന്തുണ്ട്, ഒരു ബലിക്കൽപുര ഉണ്ടാവും അല്ലെ. നാലമ്പലത്തിന് മുന്നിലായിട്ട് ബലിക്കൽപുര ഉണ്ടാവും. ബലിക്കൽപുര കഴിഞ്ഞ് നമ്മൾ ഇവിടെ കൂടെ ഇങ്ങനെ കയറുമ്പോൾ എന്തുണ്ട്, ഇവിടെ ഒരു വാതിൽ വഴി കയറുമ്പോൾ അല്ലെ, ഈ നാലമ്പലത്തിൽ കണക്ട് ചെയ്തായിരിക്കും ബലിക്കൽപുര അവിടെ സ്ഥിതി ചെയ്യുന്നത് അല്ലെ. നാലമ്പലം ഉണ്ട്. ഈ നാലമ്പലത്തെ ഭഗവാന്റെ കൈകളായിട്ടാണ് എന്ത് ചെയ്യുന്നത്, സങ്കല്പിച്ചിരിക്കുന്നത് അല്ലെ. ഭഗവാന്റെ കൈകളായിട്ട് സങ്കല്പിച്ചിരിക്കുന്നതാണ് എന്ത്, നാലമ്പലം. ഓക്കെ അല്ലേ. അപ്പൊ നമ്മൾ ഒരിക്കൽ കൂടെ നോക്കുക, ഈ പറയുന്ന ഗോപുരത്തെ ഭഗവാന്റെ
പാദമായിട്ട് നമ്മൾ പറഞ്ഞു അല്ലെ. പിന്നെ എന്ത് പറഞ്ഞു? പുറം മതിലിന്റെ മറ്റൊരു പേരാണ് മര്യാദ എന്ന് പറഞ്ഞു. ആ പറയുന്ന പുറം മതില് എന്താണ്? നമ്മുടെ കണങ്കാലുകൾ അല്ലെങ്കിൽ മുട്ടാണെന്ന് പറഞ്ഞു. പിന്നെയോ അവിടെ നിന്ന് അകത്തേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ എന്തുകൊണ്ട് അവിടുത്തെ ആ ഒരു പുറത്തെ പ്രദക്ഷിണ വഴി ഉണ്ട് അല്ലെ. പുറത്തെ പ്രദക്ഷിണ വഴി അല്ലെ ഭഗവാന്റെ വയറായിട്ട് അല്ലെ ഒരു റൗണ്ട് ആകൃതിയിലൊക്കെ കാണുമ്പോൾ ജസ്റ്റ് എന്ത് ചെയ്യുക, മനസ്സിൽ ആ ഒരു സങ്കല്പത്തിലേക്ക് കൊണ്ടുവരിക. ഓക്കെ, ഇനി ആ പ്രദക്ഷിണ വഴി കഴിയുമ്പോൾ ഈ പറയുന്ന പോലെ മൊത്തത്തിലൊരു ക്ഷേത്രത്തിന്റെ ഘടനയിലൂടെ എന്തൊക്കെയുണ്ട് ഞാൻ പറയുന്ന? ആനക്കൊട്ടിലുണ്ട്, ധ്വജസ്തംഭമുണ്ട്, പിന്നെയോ ബലിക്കൽപുരയുണ്ട്. ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് നാലമ്പലത്തിലേക്ക് എന്ത് ചെയ്യുക, നമ്മൾ പ്രവേശിക്കുക. ആ പറയുന്ന നാലമ്പലം ഭഗവാന്റെ കൈകളായിട്ടാണ് എന്ത് ചെയ്യുന്നത്? സങ്കല്പിക്കുന്നത്. ഓക്കെ, അപ്പോ പാദമായി, മുട്ട് കണങ്കാലായി, പിന്നെയോ വയറായി, കൈകളായി. ഇനി ഏതൊക്കെയുണ്ട്? നമ്മുടെ ഈ പറയുന്ന കഴുത്തുണ്ട്, മുഖമുണ്ട്, ശിരസ്സുണ്ട്. ഓക്കെ അല്ലേ? അതുകൂടെ നമുക്കൊന്ന് നോക്കാം. ഓക്കെ, അപ്പോ നാലമ്പലത്തിലേക്ക് ഭഗവാന്റെ അല്ലെ ഗോപുരമാകുന്ന ഭഗവാന്റെ പാദത്തിൽ നിന്നും കണങ്കാലുകളാകുന്ന പുറംമതിലിലൂടെ അല്ലെ, ആ പുറംമതിലൊക്കെ കഴിഞ്ഞ് അല്ലെ ഭഗവാന്റെ വയറാകുന്ന പ്രദക്ഷിണ വഴിയിലൂടെ ഭഗവാന്റെ കൈകളാകുന്ന നാലമ്പലത്തിലൂടെ നമ്മൾ എവിടേക്ക് പോവുകയാണ്? ഭഗവാന്റെ കഴുത്തിനടുത്തേക്ക് എന്ത് ചെയ്യുകയാണ്? സഞ്ചരിക്കാൻ പോവുകയാണ്. ഓക്കെ, അകത്ത് കയറുമ്പോൾ ഒരു മുഖമണ്ഡപം അല്ലെ, ഒരു നമസ്കാര മണ്ഡപം അല്ലെങ്കിൽ മുഖമണ്ഡപം ഉണ്ടാവും അല്ലെ. നിങ്ങൾ ഗുരുവായൂരൊക്കെ പോകുമ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലെ, അവിടെ നമ്മൾ ഈ കയ്യിൽ കൊണ്ടുവന്ന് നമുക്കിപ്പോൾ സോപാനപ്പടിയിൽ ചിലപ്പോൾ വയ്ക്കാൻ സാധിക്കും. തിരക്ക് കൂടുതലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ഇപ്പുറത്തെ വശത്തായിട്ട് എന്ത് ചെയ്യാറുണ്ട്? ആ ഒരു കാണുന്ന നമസ്കാര മണ്ഡപത്തിൽ വയ്ക്കാറുണ്ട്. ഈ കലശപൂജ അതൊക്കെ നടക്കുന്ന ഒരു സ്ഥലം കണ്ടിട്ടുണ്ടാവുമല്ലോ. അത് ഭഗവാന്റെ മുഖമണ്ഡപം ഭഗവാന്റെ കഴുത്തായിട്ടാണ് എന്ത് ചെയ്യുന്നത്? സങ്കല്പിച്ചിരിക്കുന്നത്. ഓക്കെ ആണോ? അപ്പോ ഭഗവാന്റെ കഴുത്തായിട്ട് സങ്കല്പിക്കുന്നത് ഏതാണ്? ഈ പറയുന്ന മുഖമണ്ഡപമാണ്. ഓക്കെ, പിന്നെ നമ്മൾ പുറത്തെ പ്രദക്ഷിണ വഴി എന്ന് എടുത്തു പറയാൻ കാരണം എന്തുണ്ട്? ക്ഷേത്രത്തിന്റെ നാലമ്പലത്തിനകത്ത് ശ്രീകോവിലിനെ ചുറ്റിയിട്ടുള്ള എന്തുണ്ട്? പ്രദക്ഷിണ പാതയുണ്ട് അല്ലെ. ബലിക്കലിനേക്ക് നമ്മളല്ലേ ചുറ്റി എന്ത് ചെയ്യാറുണ്ട്? നമ്മൾ പ്രദക്ഷിണം ചെയ്ത് വരാറുണ്ടല്ലോ, അകത്തൊക്കെ ബലിവട്ടങ്ങളുണ്ടല്ലോ. അപ്പോ ആ അകത്തെ പ്രദക്ഷിണ വഴിയാണ് ഭഗവാന്റെ മുഖമായിട്ട് എന്ത് ചെയ്യുന്നത്? പറയുന്നത്. ഓക്കെ അല്ലേ? അപ്പൊ നമ്മൾ പറയുന്ന മുഖമണ്ഡപം എന്തായിട്ട് പറഞ്ഞു? കഴുത്ത് എന്ന് പറഞ്ഞു അല്ലെ. മുഖമണ്ഡപം കഴുത്ത് എന്ന് പറഞ്ഞു. പിന്നെയോ ഈ പറയുന്ന എന്തുവാണ്? നമ്മുടെ അകത്തെ പ്രദക്ഷിണ വഴി അല്ലെ. അകത്തെ പ്രദക്ഷിണ വഴിയാണ് എന്ത്? മുഖം എന്ന് നമ്മൾ എന്ത് ചെയ്തു? പറഞ്ഞു. ഓക്കെ അല്ലേ? അപ്പോ ഭഗവാന്റെ പാദത്തിലൂടെ സഞ്ചരിച്ച് ഭഗവാന്റെ കണങ്കാലുകളിലൂടെ കയറി ഭഗവാന്റെ വയറിലൂടെ അല്ലെ കുഷിയിലൂടെ എന്ത് ചെയ്യുന്നു? ഭഗവാന്റെ കൈകളിലൂടെ ഭഗവാന്റെ കഴുത്തിലൂടെ എന്ത് ചെയ്യുന്നു? ഭഗവാന്റെ മുഖത്തിലൂടെ നമ്മൾ എവിടെ എത്തുന്നു? ഭഗവാന്റെ ശിരസ്സാകുന്ന ശ്രീകോവിലിന് മുന്നിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു? എത്തുന്നു. ഓക്കെ, അപ്പോ ഭഗവാന്റെ ഈ പറയുന്ന ശ്രീകോവിലിന്റെ മറ്റൊരു പേര് നിങ്ങൾക്ക് അറിയാമായിരിക്കും അല്ലെ, ഗർഭഗൃഹം. ഇനി ഒരുപക്ഷെ ഓപ്ഷനില് ശ്രീകോവിലില്ല ഗർഭഗൃഹം എന്ന് കണ്ട പേടിക്കണ്ട. ശ്രീകോവിലിന്റെ മറ്റൊരു പേരാണ് എന്താ? ഗർഭഗൃഹം എന്ന് പറയുന്നത്. ഓക്കെ, ഈ പറയുന്ന ഗർഭഗൃഹമാണ് എന്താ? ഭഗവാന്റെ ശിരസ്സായിട്ട് പറയുന്നത്. ഓക്കെ ആണോ? അപ്പോ ഈ പറയുന്ന ഇത്ര മനോഹരമായിട്ടുള്ള ഒരു സങ്കല്പമാണെന്ന് ആലോചിച്ച് നോക്കുക അല്ലെ. നമ്മുടെ അകത്തിരിക്കുന്ന ആ ഒരു മൂർത്തി അല്ലെ, അല്ലെങ്കിൽ ആ ഒരു ഭഗവാൻ അല്ലെ കിടക്കുന്നതായിട്ട് സങ്കല്പിച്ചു കഴിഞ്ഞാൽ, ആ ഒരു ക്ഷേത്രം അദ്ദേഹത്തിന്റെ ശരീരമാണെന്ന് നമ്മൾ സങ്കല്പിച്ചു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് പോവുക അല്ലെ? ഭഗവാന്റെ പാദങ്ങളാകുന്ന ഒരു ക്ഷേത്രത്തിൽ ആദ്യം എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ വന്ദിക്കേണ്ടത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരെയാണ്? ആ ഗോപുര വാതിൽക്കലാണ് കേട്ടോ. അതായത് ഭഗവാന്റെ പാദത്തിൽ തൊട്ട് നമസ്കരിച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നു? നമ്മൾ അകത്തേക്ക് കടന്നു പോകുന്നു എന്നാണ് ഒരു ക്ഷേത്രത്തെ ദേവശരീരമായിട്ട് സങ്കല്പിക്കുമ്പോഴുള്ള സങ്കല്പം വെച്ച് നമ്മൾ എന്ത് ചെയ്യുന്നത്. ഓക്കെ അല്ലേ? അപ്പോ ആ പാദത്തിലൂടെ ഒരിക്കൽ കൂടി ഭഗവാന്റെ ഗോപുരം എന്ന് പറയുന്ന എന്താണ്? ആ ക്ഷേത്ര ഗോപുരം ഭഗവാന്റെ പാദമാണെന്നും ആ ഗോപുരത്തെ ചുറ്റി അല്ലെങ്കിൽ ആ ഒരു പാദത്തെ അല്ലെ ചുറ്റി വരുന്ന ആ ഒരു പുറം മതിലിന് മറ്റൊരു പേരാണ് മര്യാദ എന്നും അതിനെ കണങ്കാല് അല്ലെങ്കിൽ മുട്ട എന്ത് ചെയ്തു? നമ്മൾ പറഞ്ഞു. ഓക്കെ അല്ലേ? പിന്നെയോ ഈ പറയുന്ന നമ്മൾ കയറി വരുമ്പോൾ അവിടെ കാണുന്ന ആ ഒരു പുറത്തെ ആ ഒരു പ്രദക്ഷിണവട്ടം, ആ ഒരു പ്രദക്ഷിണ വഴി നമ്മൾ എന്തായിട്ട് പറഞ്ഞു? ഭഗവാന്റെ വയറായിട്ട് എന്ത് ചെയ്തു? നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ അല്ലേ? പിന്നെ അവിടെ നിന്ന് എന്ത് ചെയ്യുന്നു? ആ ഒരു നാലമ്പലം അല്ലെ, ആ പറയുന്ന നാലമ്പലം ഭഗവാന്റെ കൈകളായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ പറയുന്നുണ്ട്. പിന്നെയോ ആ കൈകളും കടന്ന് നമ്മൾ അകത്തേക്ക് പോകുമ്പോൾ കാണുന്ന മുഖ മണ്ഡപത്തെ നമ്മൾ എന്തെന്ന് പറയുന്നുണ്ട്? ഭഗവാന്റെ കഴുത്തായിട്ട് പറയുന്നു. ഓക്കെ അല്ലേ? പിന്നെ അകത്തെ പ്രദക്ഷിണ വഴി ഉണ്ടെന്ന് പറഞ്ഞു. അകത്തെ പ്രദക്ഷിണ വഴി എന്തായിട്ടാണ് പറയുന്നത്? ഭഗവാന്റെ മുഖം ആയിട്ടാണ് പറയുന്നത് അല്ലെ. ആ കാണുന്ന ഭഗവാന്റെ മുഖമായിട്ട് നമ്മൾ പറഞ്ഞു. പിന്നെ നമ്മൾ കാണുന്ന ശ്രീകോവിൽ അല്ലെ, ഗർഭഗൃഹത്തെ എന്ന് നമ്മൾ പറയുന്നു ഭഗവാന്റെ ശിരസ് എന്ന് എന്ത് ചെയ്യുന്നുണ്ട്? നമ്മൾ പറയുന്നുണ്ട്. ഓക്കെ അല്ലേ? അപ്പോൾ വളരെ മനോഹരമായിട്ടുള്ള ഒരു ക്ഷേത്ര സങ്കല്പമാണ് എന്ത്?
ഈ പറഞ്ഞത് അല്ലെ, നമ്മുടെ ഒരു ദേവന്റെ ശരീരമായിട്ട് സങ്കല്പിച്ചുകൊണ്ട് നമ്മൾ പറഞ്ഞത് വളരെ വ്യക്തമായിട്ട് എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. നമ്മൾ ഗുരുവായൂർ അമ്പലത്തിൽ നിങ്ങൾ പോയിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾ ഒന്ന് സങ്കല്പിച്ച് നോക്കിയേ, ഫ്രണ്ടിൽ അല്ലെ ആ ഒരു വിളക്കുമാടം കഴിഞ്ഞ ആ ഒരു ഗോപുരം അല്ലെ, ആ ഒരു ഗോപുരത്തിലൂടെ എന്ത് ചെയ്യും, നമ്മൾ കൈകളൊക്കെ നമ്മൾ എന്ത് ചെയ്യും, തൊട്ട് നമ്മൾ അകത്തേക്ക് കിടക്കുന്നു. അകത്തേക്ക് കിടക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം ശയനപ്രദക്ഷിണം അല്ലെ, ക്ഷേത്രകുളത്തിലൊക്കെ കുളിച്ചിട്ട് രാവിലെ ഈറനോട് കൂടി വന്ന് ശയനപ്രദക്ഷിണം നടത്തുന്നവരെ കാണാം. പിന്നെ അടിവച്ച് അല്ലെ, ശയനപ്രദക്ഷിണം സ്ത്രീകൾക്ക് നിഷിദ്ധമാണ്. അപ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, സ്ത്രീകൾ വളരെ പതുക്കെ അടിവച്ച് ഭഗവാന്റെ നാമങ്ങൾ ഉരുവിട്ടുകൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഈ പറയുന്ന ക്ഷേത്രത്തെ പുറത്തെ പ്രദക്ഷിണ വഴി എന്ത് ചെയ്യുന്നുണ്ട്, പ്രദക്ഷിണം ചെയ്യുന്നുണ്ട്. ഓക്കെ അല്ലേ. പിന്നെ നമ്മൾ കാണുന്നു അല്ലെ ആ ഒരു കൊടിമരം അല്ലെ, സ്വർണ്ണ കൊടിമരം, ഭഗവാന്റെ കൊടിമരം. നമ്മൾ ഈ പറയുന്ന ഭാഗത്ത് എന്ത് ചെയ്യുന്നുണ്ട്, ആനക്കൊട്ടിൽ പോലെ അല്ലെ, അവിടെ ഉണ്ട് ആനക്കൊട്ടിൽ പോലെ എന്ത് ചെയ്യുന്നുണ്ട്, ചെയ്തിട്ടുണ്ട് അല്ലെ. അപ്പൊ ആനക്കൊട്ടിലുണ്ട്. പിന്നെയോ കൊടിമരത്തിന്റെ തൊട്ടു പുറകിലായിട്ട് ആ ഒരു വലിയ ബലിക്കലുണ്ട് അല്ലെ. അപ്പോ കൊടിമരത്തിന്റെ സ്ഥാനം എവിടെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം എവിടെയാണ്, ഈ പറയുന്ന ആനക്കൊട്ടിലിന്റെയും പിന്നെ ഈ പറയുന്ന വലിയ ബലിക്കല്ലിന്റെയും നടുവിലായിട്ടാണ് അല്ലെ. നിങ്ങൾക്ക് അറിയാമായിരിക്കും അല്ലെ. ഇപ്പൊ ഈ പറയുന്ന ഇവിടെ ഇങ്ങനെ ഒരു ആനക്കൊട്ടിൽ അല്ലെ ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ അല്ലെ, ഇവിടെ ആയിട്ട് ആരുണ്ടാവും, ഈ പറയുന്ന നമ്മുടെ ഈ പറയുന്ന ധ്വജസ്തംഭം ഉണ്ടാകും. ഇതിന്റെ പുറകിലായിട്ട് എന്തുണ്ടാവും, ആ ഒരു വലിയ ബലിക്കല്ലുണ്ടാകും അല്ലെ. കറക്റ്റ് അല്ലേ. അപ്പൊ അത് ശ്രദ്ധിക്കുക, ധ്വജസ്തംഭത്തിന്റെ സ്ഥാനം എവിടെയാണ് അല്ലെ, നമ്മുടെ ഈ പറയുന്ന ആനക്കൊട്ടിലിനും ബലിക്കല്ലിനും വലിയ ബലിക്കല്ലിനും നടുവിലായിട്ടാണ് ആരുടെ സ്ഥാനം, ഇവിടെ ഒരു ക്ഷേത്രത്തിലെ ധ്വജത്തിന്റെ സ്ഥാനം എന്ന് പറയുന്നത്. ഓക്കെ അല്ലേ. ഈ ധ്വജത്തിന്റെ താഴെ ആരുണ്ട്, അഷ്ടദിക്പാലകന്മാരൊക്കെ കുടികൊള്ളുന്നുണ്ട് അല്ലെ. അഷ്ടദിക്പാലകന്മാരുടെ, നിങ്ങൾ അമ്പലത്തിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ക്ഷേത്രത്തിൽ പോകുന്ന സമയത്ത് അല്ലെ, കൊടിമരത്തെ നിങ്ങൾ ഈ പറയുന്ന കൊടിമരത്തിന്റെ ചുറ്റിലും ഈ പറയുന്ന അഷ്ടദിക്പാലകന്മാരെ പ്രതിഷ്ഠിച്ചിരിക്കുന്നത് കാണാം അല്ലെ. അപ്പോ അതുപോലെ തന്നെ ഈ പറയുന്ന ധ്വജത്തിന്റെ മുകളിലായിട്ട് ആരെയാകും പ്രതിഷ്ഠിക്കുക, നമ്മുടെ ആ ഒരു ക്ഷേത്രത്തിലെ പ്രതിഷ്ഠ ഏതാണോ ആ ദേവന്റെ വാഹനം അല്ലെ, ആ ക്ഷേത്രത്തിലെ പ്രധാന പ്രതിഷ്ഠ അല്ലെ, ക്ഷേത്രത്തിലെ ആ പ്രധാന പ്രതിഷ്ഠയുടെ വാഹനം ഏതാണോ ആ വാഹനത്തെ ആയിരിക്കും എന്തു ചെയ്യുക, ഈ കാണുന്ന ധ്വജസ്തംഭത്തിന്റെ മുകളിലായിട്ട് പ്രതിഷ്ഠിക്കുക. ഓക്കെ അല്ലേ. അപ്പോ ഗുരുവായൂര് നിങ്ങൾക്ക് കാണാൻ സാധിക്കും അല്ലെ, കൈകൂപ്പി നിൽക്കുന്ന ഗരുഡനെ എവിടെ കാണാൻ സാധിക്കും, ഗുരുവായൂർ അമ്പലത്തിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. കാരണം മഹാവിഷ്ണുവാണ് അല്ലെ, മഹാവിഷ്ണുവിന്റെ വാഹനം ഗരുഡനാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ആ ക്ഷേത്രത്തിലെ കൊടിമരത്തിലെ മുകളിലെ ധ്വജസ്തംഭത്തിലെ വാഹനം ആരായിരിക്കും, ഗരുഡൻ തന്നെ ആയിരിക്കും അല്ലെ. പിന്നെ നമ്മൾ ഈ പറയുന്ന ബലിക്കൽപുരയൊക്കെ നമ്മൾ ആ ബലിക്കല്ലുണ്ട്, ബലിക്കൽ കഴിഞ്ഞാൽ നിങ്ങൾ ആ മുകളിലേക്ക് നോക്കുമ്പോൾ ഗുരുവായൂർ കേശവന്റെ ആ രണ്ട് കൊമ്പുകളൊക്കെ വളരെ മനോഹരമായിട്ട് ഇന്നും എന്ത് ചെയ്യുന്നുണ്ട്, ഗുരുവായൂർ അമ്പലത്തിന്റെ നാലമ്പലത്തിന്റെ അല്ലെ ആ മുന്നിലായിട്ട് നമ്മൾ കയറാൻ പോകുമ്പോൾ അവിടെ ആയിട്ട് കാണാം അല്ലെ. പിന്നെ അകത്ത് കയറുമ്പോൾ ആ ഇടതുവശത്തായിട്ട് അല്ലെ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി, നമ്മൾ വരും ക്ലാസ്സുകളിലൊക്കെ മനസ്സിലാക്കി പഠിക്കും എങ്കിലും ആ പറയുന്ന മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരിയുടെ വാദരോഗം മാറ്റിക്കൊടുത്ത ശ്രീമൻ നാരായണീയം രചിച്ച ആ ഒരു സ്ഥലം നമുക്ക് കാണാൻ പറ്റും അല്ലെ. നാലമ്പലത്തിനകത്തേക്ക് നമ്മൾ ആ ഒരു കയറുന്ന സമയത്ത് ആ ഒരു ഇടതുവശത്തായിട്ട് ഇപ്പോഴും ഒരു ദീപം എന്ത് ചെയ്യുന്നുണ്ട്, വച്ചിട്ട് ഒരു ഫലകം അവിടെ വച്ചിട്ടുണ്ട്. ഇവിടെ ഇരുന്നാണ് മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി നാരായണീയം രചിച്ചത് എന്ന് എന്ത് ചെയ്തിട്ടുണ്ട്, അവിടെ വച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഗുരുവായൂർ ക്ഷേത്രത്തിലെ മേൽശാന്തിയായിട്ട് വരുന്നവർ അല്ലെ ഭജനം ഇരിക്കണമെന്നുണ്ട് നറുക്കെടുപ്പിലൂടെ. അപ്പൊ നമ്മൾ പോകുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ഭാഗത്ത് അവരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണാൻ പറ്റും അല്ലെ, ഭജനം ഇരിക്കുന്നതൊക്കെ നമുക്ക് കാണാൻ പറ്റും. അത് കഴിഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ ഈ പറയുന്ന നമ്മുടെ ആ ഒരു മുഖമണ്ഡപം അല്ലെ, അവിടെ നമ്മൾ അകത്തേക്ക് നോക്കി അല്ലെ സാക്ഷാൽ ആ ഒരു ഗുരുവായൂരപ്പൻ അല്ലെ, ഗുരുവനവരെ ഹന്തഭാഗ്യം ജനാന എന്നൊക്കെ പറയും നമ്മുടെ ആ ഒരു ഗുരുവായൂരപ്പനെ ശ്രീകോവിലിനകത്ത് നെയ്വിളക്കുകൾക്ക് നടുവിലായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, വളരെ മനോഹരമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അല്ലെ. പല ഭാവങ്ങളിൽ അല്ലെ, പല വേഷങ്ങളിലൊക്കെ അല്ലെ. ഒരുപക്ഷെ അനുഭവങ്ങൾ കൊണ്ട് പലരും പറയാറുണ്ട് അല്ലെ, ഉണ്ണിയുടെ രൂപത്തിലും ഒക്കെ എന്ത് ചെയ്യാറുണ്ട്, എല്ലാവരുടെ കൂട്ടത്തിലും എന്ത് ചെയ്യുന്നുണ്ട്, ഭഗവാൻ വിളയാടുന്നു എന്നാണ്. എപ്പോഴും തിരക്കുള്ള അല്ലെ, എപ്പോഴും ഒരേ രീതിയിൽ അല്ലെ, ഒരേ ഒരു പോസിറ്റീവ് വൈബുള്ള ഒരു പ്രത്യേക സ്ഥലമാണ് എന്തെന്ന് പറയുന്നത് ഗുരുവായൂർ. നിങ്ങൾ എപ്പോൾ പോയിരുന്നാലും ആ ഒരു തിരക്കും ആ ഒരു അഭൂതപൂർവമായിട്ടുള്ള തിരക്കും ആൾക്കാരുടെ, അപ്പൊ എന്തുകൊണ്ടാണ് ഇത്രയും ആൾക്കാർ ഗുരുവായൂർ അമ്പലത്തിലേക്ക് വരുന്നത് എന്ന് ചോദിച്ച് എന്തെങ്കിലും ഒരു പവർ അല്ലെ, എന്തെങ്കിലും ഒരു ഇതുണ്ടാകാതെ ഒരു സ്ഥലത്തേക്ക് ആൾക്കാർ ഇത്രയധികം എത്തത്തില്ലോ. അപ്പൊ അതാണ് ആ പറയുന്ന ഭൂലോക വൈകുണ്ഠം എന്ന് തന്നെയാണ് ഇവിടെ പറയുന്നത്, നമ്മുടെ ഈ പറയുന്ന ഗുരുവായൂരിനെ പറയുന്നത്. ഈ പറയുന്ന ഗുരുവായൂര് എന്തുകൊണ്ട് ആ പേര് കിട്ടി എന്നുള്ളത് നിങ്ങൾക്കറിയാം, ഗുരുവും വായുവും ചേർന്ന് പ്രതിഷ്ഠ നടത്തിയത് കൊണ്ടാണ് എന്നുള്ളത് ആ ഗുരുവായൂർ എന്നുള്ള പേര് കിട്ടിയത് അല്ലെ. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാം, നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുമെങ്കിലും ഈ ഒരു ജസ്റ്റ് ക്ഷേത്ര സങ്കല്പം പറഞ്ഞപ്പോൾ നിങ്ങൾ ആ ഒരു ക്ഷേത്രത്തെ അല്ലെ ആ ഒരു സങ്കല്പം നിങ്ങൾ മനസ്സിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഇത് കൂടെ എന്ത് ചെയ്യുന്നത്, പറഞ്ഞു പോകുന്നത് അല്ലെ. ദേവഗുരുവായിട്ടുള്ള ബൃഹസ്പതിയും വായുദേവനും ചേർന്ന് കൊണ്ടാണ് ആരെ പ്രതിഷ്ഠിക്കുന്നത്, നമ്മുടെ ഈ പറയുന്ന അല്ലെ ആ ഒരു മഹാവിഷ്ണുവിനെ അവിടെ പ്രതിഷ്ഠിക്കുന്നത് അല്ലെ. അപ്പൊ അത്തരത്തിൽ പ്രതിഷ്ഠിക്കുമ്പോൾ നമ്മൾ കഥകളൊക്കെ നമ്മൾ പഠിക്കാറുണ്ട് അല്ലെ.
അങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്, ശ്രീ മഹാദേവൻ അവിടെ ഉണ്ടായിരുന്ന ശ്രീ മഹാദേവൻ എന്ത് ചെയ്യുന്നു, മാറിക്കൊടുക്കുന്നുവെന്നും അങ്ങനെ മഹാദേവന്റെ മഹിമകൾ വാഴ്ത്തിയത് കൊണ്ട് മഹിമയൂര് എന്നൊരു പേര് കിട്ടിയതായിട്ട്, അല്ലെ? മഹിമയൂര് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടത്തില്ല. മമ്മിയൂർ എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ നിങ്ങൾ എന്ത് ചെയ്യും, പെട്ടെന്ന് ക്യാച്ച് ചെയ്യും, അല്ലെ? തൊട്ടടുത്തായിട്ട് ഗുരുവായൂർ ദർശനം ചെയ്യുന്ന ഒരാൾ ഗുരുവായൂർ ദർശനത്തിന് പോകുമ്പോൾ മമ്മിയൂരപ്പനെ കൂടി തൊഴുതാലേ എന്ത് ചെയ്യുകയുള്ളൂ, ദർശനം പൂർത്തിയാവുകയുള്ളൂ എന്ന് എന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്. ഒരു പക്ഷേ തിരക്കുകൾ കാരണമോ അല്ലെങ്കിൽ മറ്റൊരു കാരണങ്ങൾ കൊണ്ടോ നിങ്ങൾക്ക് പോകാൻ കഴിയാതെ വന്നു കഴിഞ്ഞാൽ ഗുരുവായൂരപ്പന്റെ ഉപദേവതയായിട്ടുള്ള എടത്തരികത്തുകാവ് ഭഗവതി, അല്ലെ? ആ ഒരു വടക്കേ മൂലയിൽ കുളത്തിന്റെ കരയിലായിട്ട് കുടികൊള്ളുന്ന, അല്ലെ, ആ ഒരു പ്ലാവിന്റെ ചുവട്ടിൽ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റും. നിങ്ങൾ ഇതുവരെ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിയത്തില്ല. ശ്രീകോവിലകത്ത് നിന്നും പുറത്തേക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു പ്ലാവ് എന്ത് ചെയ്യുന്നുണ്ട്, വളർന്നു നിൽപ്പുണ്ട്. ഓക്കെ, അവിടെയാണ് എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഈ പറയുന്ന എടത്തരികത്തുകാവ് ഭഗവതി കുടികൊള്ളുന്നത്. ഭഗവാന്റെ പ്രധാനപ്പെട്ട ഉപദേവതയാണ് കേട്ടോ. പിള്ളേര് താലപ്പൊലി എന്നൊക്കെ പറഞ്ഞല്ലേ, നിങ്ങൾ ഈ റീൽസിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും. ഈ വെളിച്ചപ്പാട്, ഈ നമ്മുടെ ഈ പൊരി മഞ്ഞളൊക്കെ ഇത് ചെയ്യുന്നതും അതിന്റെ ആ ഒരു ചടങ്ങും. അപ്പോൾ പിള്ളേര് താലപ്പൊലി, ദേവസ്വം താലപ്പൊലി എന്നൊക്കെ പറഞ്ഞ ഒരുപാട് ചടങ്ങുകളുണ്ട്. അതൊക്കെ എന്ത് ചെയ്യുക, കണ്ടിരിക്കുക അല്ലെങ്കിൽ അറിഞ്ഞിരിക്കുക, ഒരിക്കലെങ്കിലും എന്ത് ചെയ്യുക, പോയി കാണുക. ഓക്കെ, ഈ ദേവിയൊക്കെ എന്ത് ചെയ്യാറുണ്ട്, ആനപ്പുറത്ത് പുറത്തേക്ക് എഴുന്നള്ളിക്കാറുണ്ട്. ഓക്കെ, അപ്പോ ഞാൻ പറഞ്ഞു വന്നത്, ഈ പറയുന്ന എടത്തരികത്തുകാവ് ഭഗവതി നിങ്ങൾ പ്രദക്ഷിണം ചെയ്ത് വരുമ്പോൾ ആ കുളത്തിന്റെ വശത്തായിട്ട് എന്ത് ചെയ്യുക, അവിടെ നിന്ന് വടക്കു പടിഞ്ഞാറേക്ക് നോക്കി. ഭഗവാൻ കുടികൊള്ളുന്നത് എവിടെയാണ്, ആ വടക്കു പടിഞ്ഞാറ് ദിശയിലാണ്, അല്ലെ? ഗുരുവായൂരപ്പൻ ഇവിടെ നിന്ന് ഇങ്ങോട്ട് ദർശനം ചെയ്തിരിക്കുന്നു, അല്ലെ? തിരിച്ചെന്ത് ചെയ്യുന്നു, പടിഞ്ഞാറ് ദിശയിലേക്ക് ആരിയിരിക്കുന്നു, നമ്മുടെ ഈ പറയുന്ന എടത്തരികത്തുകാവ് ഭഗവതി ഉപദേവത പടിഞ്ഞാറ് ഭാഗത്തേക്കാണ് നിൽക്കുന്നത്. ശാസ്താവും പടിഞ്ഞാറ് ഭാഗത്തേക്കാണ്. പിന്നെ നമ്മൾ ഈ പറയുന്ന ക്ഷേത്രത്തിനകത്താണ് ഉപദേവതയായിട്ടുള്ള ഗണപതി, അല്ലെ? ഗണപതി ഉണ്ട്. പിന്നെ നേരെ ഓപ്പോസിറ്റ് ആ ഒരു മുറിക്കകത്ത് സരസ്വതി ദേവിയുടെ വളരെ മനോഹരമായിട്ടുള്ള ഒരു ചിത്രം വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ കറങ്ങി വരുമ്പോൾ അവിടെ ശ്രീ മുരുകന്റെ നമ്മുടെ അനന്തശയനമുണ്ട്. മേൽശാന്തി ഇരിക്കുന്നതിന് തൊട്ടടുത്തായിട്ട് അനന്തശയനത്തിന്റെ വളരെ മനോഹരമായിട്ടുള്ള ഒരു വിഗ്രഹത്തിന്റെ ചെയ്തിട്ടുണ്ട്. പിന്നെയോ നമ്മുടെ സുബ്രഹ്മണ്യൻ്റെത് അങ്ങേ മൂലയ്ക്കായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെയോ തിരിച്ച് നമ്മുടെ ഹനുമാന്റെ വിഗ്രഹം ചെയ്തിട്ടുണ്ട്. കുങ്കുമമൊക്കെ ആൾക്കാർ അവിടെ അർച്ചിക്കുന്നതായിട്ട് കാണാം. അങ്ങനെയാണ് അവിടെ കാണുന്ന ആ ഒരു രീതി. ഓക്കെ, അപ്പോൾ പറഞ്ഞു വന്നത്, എടത്തരികത്തുകാവ് ഭഗവതിയുടെ ആ ഒരു വടക്കു പടിഞ്ഞാറ് ഭാഗത്ത്, അതായത് നമ്മൾ പ്രദക്ഷിണം ചെയ്തു വരുമ്പോൾ ആ ഒരു, അല്ലെ, വലത്ത് വെച്ച് വരുമ്പോൾ എന്ത് ചെയ്യുക, അപ്പുറത്തെ വശത്തായിട്ട് എന്ത് ചെയ്യുക, നിന്നിട്ട് നമ്മൾ ആ വടക്കു പടിഞ്ഞാറ് ദിശയിലേക്ക് നോക്കി തൊഴുതാൽ മാത്രം, അല്ലെ, നമുക്ക് പോകാൻ സാധിച്ചില്ല എങ്കിലും ചെയ്താലും കുഴപ്പമില്ല. അവിടെ നിന്ന് എന്ത് ചെയ്യാറുണ്ട്, വടക്ക് പടിഞ്ഞാറ് നോക്കി തൊഴുതിട്ട് എന്ത് ചെയ്യാറുണ്ട്, ആൾക്കാർ പ്രദക്ഷിണം വയ്ക്കുന്നു. അവിടെ നിന്ന് ഇങ്ങനെ പ്രദക്ഷിണം വയ്ക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. അത് ഇതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഗുരുവായൂർ പോകുന്നവരാണെങ്കിൽ എന്ത് ചെയ്യാം, ഈ പറയുന്ന മമ്മിയൂരപ്പനെ നിങ്ങൾ അറിഞ്ഞിരിക്കണം. മഹിമയൂർ പിൽക്കാലത്ത് ലോപിച്ചാണ്, അല്ലെ? നമ്മൾ ഓരോ പേരുകൾ, അല്ലെ, തിരു അനന്തപുരി എന്നൊക്കെ നമ്മൾ ഈ പറയുന്ന, അല്ലെ, അനന്തപുരം എന്നൊക്കെ പറയുന്ന ലോപിച്ച് തിരുവനന്തപുരം ഒക്കെ ആവുന്നത് പോലെ ലോപം കൊണ്ട് എന്ത് ചെയ്തതാണ്, മഹിമയൂര് പിൽക്കാലത്ത് എന്ത് ചെയ്യുന്നു, മമ്മിയൂരെന്ന് മാറുന്നതാണ് കേട്ടോ. ആ പേരൊക്കെ ഭഗവാന്റെ ആ ഒരു മഹിമകൾ വാഴ്ത്തിയ ഊര് എന്ന് ഇത് മഹിമയൂരെന്നും പിൽക്കാലത്ത് അത് മമ്മിയൂരെന്നും എന്ത് ചെയ്യുന്നു, ലോപിച്ച് ആയതാണ്. ഓക്കെ, പിന്നെ ഈ പറയുന്ന ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഉപദേവതകളുടെ പ്രതിഷ്ഠകളൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ പറയുന്ന നമ്മുടെ എന്തുണ്ട്, ശ്രീധർമ്മശാസ്താവുണ്ട്, ഗണപതിയുണ്ട്, പിന്നെ ഈ പറഞ്ഞ എടത്തരികത്തുകാവ് ഭഗവതിയുണ്ട്, പിന്നെ ഈ പറയുന്ന നമ്മുടെ സുബ്രഹ്മണ്യൻ അനന്തശയനം, പിന്നെയോ ഈ നമ്മുടെ ഹനുമാനുണ്ട്, പിന്നെ ഓഫീസ് ഗണപതി എന്ന് പറഞ്ഞ് പുറത്തു ഭാഗത്തായിട്ട് ആ ഒരു ചെറിയൊരു മ്യൂസിയത്തിന്റെ അടുത്തായിട്ട് എന്തുണ്ട്, ഓഫീസ് ഗണപതിയും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ കാര്യങ്ങൾ എന്ത് ചെയ്യുക, ശ്രദ്ധിക്കുക. അപ്പോൾ ഈ പറയുന്ന ക്ഷേത്രത്തിന്റെ സങ്കല്പത്തിൽ നിന്നുമാണ് നമ്മൾ എന്ത് ചെയ്തത്, കടന്ന് വളരെ വിശാലമാണ് കേട്ടോ നമ്മുടെ സംസ്കാരവും ബാക്കി കാര്യങ്ങളും ഒക്കെ. അപ്പോൾ നമ്മൾ ഒരു സൈഡിൽ നിന്ന് തുടങ്ങി നമ്മൾ പോകുമ്പോൾ വളരെ വിശാലമായിട്ട് കടന്നു പോകാറുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ പറഞ്ഞത്, ഒരു ക്ഷേത്രത്തെ ഒരു ദേവന്റെ ശരീരമായിട്ട് സങ്കല്പിച്ചു കഴിഞ്ഞാൽ ഈ പറയുന്ന ക്ഷേത്ര ഗോപുരം ഭഗവാന്റെ പാദമായിട്ട് കണക്കാക്കുന്നു എന്ത് ചെയ്തു, നമ്മൾ പറഞ്ഞു. ഓക്കെ അല്ലേ? പിന്നെയോ പുറംമതില് അല്ലെങ്കിൽ മര്യാദ, പുറംമതിലിന്റെ മറ്റൊരു പേര് നമ്മൾ പറഞ്ഞു മര്യാദയാണെന്ന് പറഞ്ഞു. ഈ പറയുന്ന പുറംമതിൽ അല്ലെങ്കിൽ മര്യാദയെ എന്തെന്ന് പറയുന്നു, ഭഗവാന്റെ കണങ്കാലുകൾ അല്ലെങ്കിൽ മുട്ട എന്ന് പറയുന്നു. ഒരു ക്ഷേത്രത്തിൽ ആദ്യം എത്തിയാൽ നമ്മൾ വന്ദിക്കേണ്ടത് ഇവിടെയാണ്, ആ ഗോപുരത്തിൽ ഭഗവാന്റെ പാദമായിട്ട് സങ്കല്പിച്ച് അവിടെയാണ് വന്ദിക്കേണ്ടത്. ഓക്കെ, പിന്നെ നമ്മൾ അകത്ത് കയറുമ്പോൾ ധ്വജസ്തംഭം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ആ ധ്വജസ്തംഭത്തിന് മുകളിലുള്ള വാഹനത്തെ നോക്കി എന്ത് ചെയ്യുക, ഒന്ന് തൊഴുക കേട്ടോ. അതൊക്കെ നല്ല കാര്യങ്ങളാണ്. പിന്നെ നമ്മൾ പറഞ്ഞു ആ പുറത്തെ പ്രദക്ഷിണ വഴി, അല്ലെ? പുറത്തെ പ്രദക്ഷിണ വഴിയാണ് എന്താ, ഭഗവാന്റെ വയറ് എന്ന് നമ്മൾ പറഞ്ഞു. വയറ് അല്ലെങ്കിൽ കുക്ഷി എന്ന് ചോദിച്ചാലും ഒന്ന് തന്നെയാണ് വയറ് അല്ലെങ്കിൽ കുക്ഷി. ഓക്കെ അല്ലേ? പിന്നെ നമ്മൾ എന്ത് പറഞ്ഞു, പിന്നെ നമ്മൾ അവിടെ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്, ആ ഒരു നാലമ്പലം, കൈകളാകുന്ന നാലമ്പലം. ഓക്കെ, അപ്പൊ നാലമ്പലത്തിന്റെ സങ്കല്പം നമ്മൾ പറഞ്ഞു, ഭഗവാന്റെ കൈകളായിട്ടാണ് എന്ത് ചെയ്യുന്നത്, സങ്കല്പിച്ചിരിക്കുന്നത്. പിന്നെയോ അകത്തേക്ക് കയറുമ്പോൾ മുഖമണ്ഡപം നമ്മൾ എന്തായിട്ട് പറയുന്നു, മുഖമണ്ഡപം ഭഗവാന്റെ കഴുത്ത് ആയിട്ട് പറയുന്നു. ഓക്കെ, വയറ് കഴുത്ത്. ഓക്കെ, പിന്നെയോ നമ്മൾ പറഞ്ഞു അകത്തെ പ്രദക്ഷിണ വഴി എന്തായിട്ട് പറയുന്നുണ്ട്, ഈ പറയുന്ന ഭഗവാന്റെ മുഖം ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, പറയുന്നുണ്ട്. ഓക്കെ അല്ലേ? പിന്നെയോ
ഭഗവാന്റെ ശ്രീകോവിൽ അല്ലെങ്കിൽ ശ്രീകോവിലിന്റെ മറ്റൊരു പേര് നമ്മൾ പറഞ്ഞു എന്താണ്? ഗർഭഗൃഹം എന്ന് നമ്മൾ പറഞ്ഞു. ഈ പറയുന്ന ഗർഭഗൃഹമാണ് എന്ത്? ശിരസ്, ഭഗവാന്റെ ശിരസ് എന്ന് നമ്മൾ പറഞ്ഞു അല്ലെ. വളരെ മനോഹരമായിട്ടുള്ള ആ ഒരു സങ്കല്പത്തിൽ മനസ്സിലാക്കിക്കൊണ്ട് എന്ത് ചെയ്യുക, നിങ്ങൾ ക്ഷേത്രത്തെ എന്ത് ചെയ്യുക, നിങ്ങൾ ഒരു ഭഗവാന്റെ ശരീരമായിട്ട് സങ്കല്പിച്ചുകൊണ്ട് എന്ത് ചെയ്യുക, തൊഴുക. ഓക്കെ.